വിഗ്രഹം മുട്ടിയാൽ പിന്നീടുള്ള അവസാനത്തെ അടവാണ് കത്തോലിക്ക സഭയെ നോക്കിയുള്ള പുലഭം വിളി. വിഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല, അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ പലതും അംഗീകരിക്കേണ്ടി വരും. ആയിരങ്ങളായി പിരിഞ്ഞു, ഇനിയും പിരിയും. അതാ പെന്തക്കോസ്തുകാർ പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികളായ നമ്മളും വിഗ്രഹാരാധകർ തന്നെയാണ്. കർത്താവും സഭയും ഉണ്ടാകുന്നതിന് മുൻപേ ഞങ്ങളുടെ സഭയുണ്ട് എന്ന പോലെ വാദിക്കുന്ന, വിവാദങ്ങൾ ഉണ്ടാക്കി കത്തോലിക്ക സഭയിൽ നിന്ന് പിരിഞ്ഞ ഇന്നലെ കുരുത്തവർ നുണയുടെ പിതാവിനെ പോലെ ആരെ വിഴുങ്ങണമെന്ന മട്ടിൽ കത്തോലിക്ക സഭയുടെ വീടുകളിൽ കൂടി ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവർ കുരുക്കുന്ന കെണികളിൽ തലവെക്കാതിരിക്കാൻ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കൾ സഭയുടെ പഠനം ബൈബിൾ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഇത്തരം അറിവുകൾ ഷെയർ ചെയ്യുകയും കൂടുതൽ പഠിക്കുകയൊക്കെ ചെയ്യും. സഭ വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിഗ്രഹാരാധനയെ കുറിച്ച് സഭ എന്താണ് പഠിപ്പിക്കുന്നത്? ബൈബിൾ പഠിപ്പിക്കുന്ന വിഗ്രഹാരാധന എന്താണ്? വിഗ്രഹാരാധനയെ കുറിച്ച് നമ്മൾ പഠിച്ചു വന്നതിന്റെ അവസാന എപ്പിസോഡിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സഭ പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഫെയ്ത്ത് ടിപ്സിന്റെ ഈ 56-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം.